ദാദ്രി സംഭവത്തിൽ യു.പി. സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. അതേസമയം മതവിദ്വേഷ പോസ്റ്ററുകൾ ട്വിറ്ററിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി തന്നെ നീക്കം ആരംഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ബീഫ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബീഫ് സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിലുണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെയും സർക്കാർ സമീപിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, നേരത്തെ തന്നെ FIRലും ബീഫ് എന്ന ഒരു പദം പോലുമില്ല എന്നത് വാർത്തയായിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമ്പോഴും അഖിലേഷ് യാദവ് സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാകുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ? സർക്കാർ അജണ്ടകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി കൃഷി ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ തന്നെ പ്രധാനമായി ചർച്ച ചെയ്യുക ബഫല്ലോ പ്രൊഡക്ട്സ് എന്ന രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഗോമാംസം അടങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഭക്ഷ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര മന്ത്രാലയം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എന്ന പുതിയ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടും ഇന്നത്തെ യോഗത്തിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം ദില്ലിയിൽ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ തന്നെ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഗോമാംസം ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്ന് റിപ്പോർട്ടായി ഇവർ യോഗത്തിൽ സമർപ്പിക്കും. അതിനൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഗോമാംസ വധം നിരോധിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും ഇത് സംബന്ധിച്ച് ഗോമാംസ അറവുശാലകൾ കൂട്ടണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നതിനായി ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസ് ഇത്തരത്തിൽ ACC ജനറൽ സെക്രട്ടറി കൂടിയ ദിഗ്വിജയ് സിംഗിന് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി തന്നെ കത്തയച്ചിട്ടുണ്ട്. ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നതും ഇത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം പൂർണ്ണമായി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നതും സൂചിപ്പിച്ചുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ദാദ്രയിലെ കൊലപാതകം സംബന്ധിച്ച് യു പി സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത്തരത്തിൽ കൊലപാതക കാരണത്തെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും വ്യക്തമാക്കുന്നില്ലെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ തന്നെ കൊലപാതകത്തെക്കുറിച്ചോ പ്രത്യേകിച്ച് ബീഫ് എന്നോ ഇത്തരത്തിൽ ഗോമാംസ വധം ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് നൂറുകണക്കിന് ആളുകൾ വന്ന് ഇത്തരത്തിൽ മുഹമ്മദ് അഖ്ലഖിനെ വധിക്കുകയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും വ്യക്തതയില്ലാത്ത ഒരു റിപ്പോർട്ടാണ് ഇത്തരത്തിൽ യു.പി. സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. യു.പി. സർക്കാർ ഇതിൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നിരോധനമുള്ള ഒരു മൃഗവധത്തിൽ നിരോധനമുള്ള ഒരു മൃഗത്തിന്റെ മാംസം സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് അതായത് മനു ശങ്കരൻ, ഈ വിവാദം, ഈ പ്രശ്നം ഉണ്ടായ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ബീഫ് ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, അവിടെ ബീഫ് ഇല്ലായിരുന്നു, അത് വർഗീയ കക്ഷികളുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളാണ്. ഇത്തരത്തിൽ അന്ന് അഖിലേഷ് യാദവ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. തീർച്ചയായും ജിംഷാദ്, അത്തരത്തിൽ അന്ന് പറഞ്ഞിരുന്ന യാതൊരു കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ബീഫ് എന്നോ അല്ലെങ്കിൽ ഗോമാംസം എന്നോ അല്ലെങ്കിൽ ക്ലൗ സ്ലോട്ടർ എന്നിങ്ങനെ ഒന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. ഇതിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മീറ്റ് ആൻ അനിമൽ ഹൂസ് സ്ലോട്ടർ ഈസ് ബാൻഡ്, ഇങ്ങനെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് നിരോധനമുള്ള ഒരു മൃഗത്തിന്റെ മാംസം സൂക്ഷിച്ചു എന്നത് മാത്രം ഒരു കാര്യം മാത്രമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബീഫ് സൂക്ഷിച്ചു എന്ന് ആരോപിച്ച് നൂറുകണക്കിന് ആളുകൾ വന്നിരുന്നുവെന്നോ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നുവെന്നോ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് BJP നേതാക്കളുടെ പങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായി പുറത്തു വന്നിരുന്നു. മനോശങ്കരൻ, ആ ഫ്രിഡ്ജിൽ നിന്നും കണ്ടെത്തിയ ഇറച്ചി പശുവിൻ്റെതല്ല, മറിച്ച് മാംസമാണ് എന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകളിൽ പോലീസ് കണ്ടെത്തിയിരുന്നത്. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ടോ?
ഒന്നുമില്ല. ആ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടില്ല. റിപ്പോർട്ടിൽ ആകെ സൂചിപ്പിച്ചിരിക്കുന്നത് നിരോധനമുള്ള ഒരു മൃഗത്തിന്റെ മാംസം മാത്രം, ഇത്തരത്തിൽ നിരോധനമുള്ള കശാപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു മൃഗത്തിന്റെ മാംസം എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇത് ഇത്തരത്തിൽ മാട്ടിറച്ചി ആയിരുന്നുവെന്നോ അല്ലെങ്കിൽ ബീഫ് ആയിരുന്നുവെന്നോ ഇത് സൂക്ഷിച്ചതിന്റെ പേരിലാണ് കൊലപാതകം നടന്നതെന്നോ യാതൊരു കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് BJP നേതാക്കൾ വീട് സന്ദർശിച്ചിരുന്നു എന്ന കാര്യമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സംഗീത് സോം എന്ന BJP MLA മാത്രമാണ് ഇത്തരത്തിൽ മഹേഷ് ശർമ്മ എന്ന BJP MLA മാർ മുഹമ്മദ് അഖ്ലഖിന്റെ കുടുംബത്തിൽ സന്ദർശിച്ചിരുന്നു എന്ന കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് അഖ്ലഖിനെ കൊല്ലാൻ ഇടയാക്കിയത് ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിലാണെന്നോ അല്ലെങ്കിൽ ബീഫ് സൂക്ഷിച്ചെന്ന് ആരോപിച്ച് പകരം മാട്ടിറച്ചിയായിരുന്നുവെന്നോ അതുകൂടാതെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ആഹ്വാനം ചെയ്തത് പ്രകാരമാണ് ഇത്തരത്തിലൊരു നൂറുകണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് BJP പ്രവർത്തകരായ ആളുകൾ വന്ന് കൊലപാതകം നടത്തിയതെന്നോ ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നിരോധനമുള്ള ഒരു മൃഗത്തിന്റെ മാംസം സൂക്ഷിച്ചിരുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ബീഫ് നിരോധനം ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല. പകരം BJP MLA മാർ ആ കുടുംബത്തിൽ സന്ദർശിച്ചിരുന്നുവെന്നും ആ കുടുംബത്തിന് സ്വാഗതമേകിയെന്നുമൊക്കെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് UP സർക്കാർ തന്നെ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ദാദ്രി സംഭവത്തിൽ UP സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് പരാമർശമില്ല എന്നത് വിവാദമാകുന്നു.